നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 600. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതിമനോഹരമായിട്ടുള്ള ഒരു സർഗം, അതായത് ഒരു 150ഓളം കറക്റ്റ് പ്രിസൈസിലി പറഞ്ഞാൽ 156 ശ്ലോകങ്ങളുള്ള സർഗം. 94-ാം സർഗം അക്രൂരൻ്റെ ഗോകുലയാത്ര. അത് 4 ദിവസം 5 ദിവസം ഇട്ട് കഴിയുന്നൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ ഇന്ന് 600-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ അതിൽ 127-ാമത്തെ ശ്ലോകം, 128-ൽ 2 ശ്ലോകം പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ട് ബാക്കി പറയാം. പോർ മുലക്കുങ്കുമം പറ്റി വിലസും പദവല്ലവം യോഗീശ്വരന്മാരുൾപോവിൽ ഓർക്കും അംഗ്രിസരോരുഹം കണ്ണേ നിനക്കു നേരിട്ടു കാണാം വിഷേകമോഹനം എന്ന് ഭഗവാനെ പാടി പുകഴ്ത്തി. പിന്നെ പറയണോ, ഒരൊറ്റ നാഴികയ്ക്കുള്ളിൽ വൃന്ദാവനം അടുത്തു. ഇനി ഒരു നാഴിക കൊണ്ട് യാത്ര ചെയ്താൽ വൃന്ദാവനത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു. ഇപ്പം നമ്മളെവിടെയാണ്? നമ്മളും അദ്ദേഹത്തിൻ്റെ തേരിലുണ്ട്. കംസൻ്റെ തേരാണെങ്കിലും അക്രൂരൻ എന്നുള്ള ഉത്തമ ഭക്തൻ്റെ കൂടെ നമ്മളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു നാഴിക പോയാൽ വൃന്ദാവനത്തിലേക്ക് എത്താം. ബലരാമനെയും ശ്രീകൃഷ്ണനെയും കാണാം, നമുക്കും കാണാം. അപ്പോൾ പറയണു, നന്ദഗോപാലബാലൻ്റെ ലീലാമണി നികേതനം ഭക്തോത്തംസങ്ങൾ തൻ പാദഭൂഷിതം പരിപാവനം. നന്ദഗോപാലബാലൻ്റെ ലീലാമണി നികേതനം, അദ്ദേഹം കളിച്ചു വളർന്ന ആ വീട് നികേതനം. ഭക്തോത്തംസങ്ങൾ, ഭക്തന്മാരിൽ ഉത്തമമായിട്ടുള്ള ഹംസങ്ങൾ തൻ പാദഭൂഷിതം പരിപാവനം. കേൾപ്പാനുണ്ടോ മുകുന്ദൻ്റെ പൊന്നോടക്കുഴലൻ വിളി? ഒന്ന് കാത് കൊടുത്തു നോക്കൂ, കേൾക്കുന്നുണ്ട്. ക്ലീം ക്ലീം, കാമരാജമന്ത്രമാണല്ലോ കേൾക്കണത്. അതന്നെയാണ് ഗോപികന്മാരായ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയത്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ചേന എടുത്ത് വയ്ക്കണോ, ചേമ്പ് എടുത്ത് വയ്ക്കണോ ചൊറി മാറണമെങ്കിൽ വൃത്തിയായിട്ട് ജീവിക്കണം. വൃത്തിയായിട്ട് ജീവിക്കുക. ചൊറി വന്നാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അന്ധവിശ്വാസം പാടില്ല. മനസ്സിൽ നിങ്ങൾ ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ, ആ ചൈതന്യത്തിനെ കണ്ട് പരമാനന്ദം അടയോ. ചേനയും ചേമ്പും വീടിൻ്റെ ഒരു പ്രതീകം വെച്ച് 10 രൂപയും വെച്ച വീടാവണമെന്ന് പറഞ്ഞത് തോന്നിവാസല്ലേ? എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. എല്ലാറ്റിനും മന്ത്രം ഉണ്ടെങ്കിൽ മന്ത്രം ജപിച്ചിരുന്നാൽ പോരെ? പിന്നെ എന്തിനാ ആൾക്കാർ അധ്വാനിക്കണത്? അധ്വാനിക്കണം, ഉത്സാഹഭരിതന്മാരായിരിക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ടാണ് കേൾപ്പാനുണ്ടോ മുകുന്ദൻ്റെ പൊന്നോടെ കുഴലൻ വിളി, ഓടിയിടാം എൻ കുതിരകൾ കാവോളം വേഗം ഒന്നിനി. അതായത് കംസൻ്റെയാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ആരുടെയാ? അക്രൂരൻ്റെ. കുതിരകൾക്ക് വേഗമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു നാഴിക ഇത്ര ദൂരം വന്നതിനൊന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ല. എൻ്റെ പൊന്നോമനക്കണ്ണൻ്റെ പാതാരവിന്ദങ്ങൾ കണ്ടൊന്ന് നമസ്കരിക്കണം. അദ്ദേഹത്തിൻ്റെ ആലിംഗനം എൻ്റെ ശരീരത്തിലുള്ള താപങ്ങളെ അകറ്റണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. കൃഷ്ണനും രാമനും ചേർന്ന് കളിക്കെ അവർ മുമ്പിലായി നമസ്കരിക്കും സാഷ്ടാംഗം തൃപ്പാദകമലങ്ങളിൽ. രാമനും ബലരാമസ്വാമിയും കൃഷ്ണനും കൂടി കളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇറങ്ങി ഓടിപ്പോയി 2 പേരുടെയും പാതാരവിന്ദങ്ങളിൽ നീണ്ടു നിവർന്ന് നമസ്കരിക്കുന്ന പറഞ്ഞത്. നിങ്ങൾ തയ്യാറാവണം, കൂടെയുള്ളവർ തയ്യാറായിക്കോളൂ.
കൃഷ്ണനും രാമനും ചേർന്നു കളിക്കെ അവർ മുമ്പിലായി നമസ്കരിക്കും സാഷ്ടാംഗം തൃപ്പാദകമലങ്ങളിൽ ഭക്തമാനസഭൃംഗങ്ങൾ എത്രയോ മിന്നും മായതിൽ നെറ്റിയും വെച്ചു ഞാൻ അമ്മട്ടനങ്ങാതെ കിടന്നിതും. ഞാൻ നമസ്കരിച്ചാൽ ഉടനെ നീക്കില്ല. കാരണം എന്താ, എനിക്ക് പറയാനുള്ളതൊക്കെ അദ്ദേഹം കേൾക്കണം. അങ്ങനെയാണ് എനിക്ക് പറയാനുണ്ട്. എന്തൊക്കെയാ? അങ്ങ് കൃപാസിന്ധുവാണ്, അങ്ങ് ആശ്രിതവത്സലനാണ്, ഭയങ്ങളെ ഇല്ലാതാക്കുന്നവനാണ്, കാമക്രോധം എന്ന് പറഞ്ഞ ശ്ലോകങ്ങളെ ഇല്ലാത്തവരുടെ മനസ്സിൽ മിന്നുന്നവനാണ് എന്നൊക്കെ ഞാൻ പറയും. അതൊക്കെ കേട്ടിട്ട് ഞാൻ നീക്കുള്ളൂ. അതുകൊണ്ടാണ് അത് ഭക്തമാനസഭൃംഗങ്ങൾ വണ്ടുകൾ, ഭക്തന്മാരുടെ മനസ്സുകളാകുന്ന അതെ ഭക്തോക്തമന്മാരുടെ മനസ്സാകുന്ന വണ്ടുകളെ ആ തിരുപാദ പത്മത്തിൻ്റെ 4 പേരും ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുക. എന്തിന്? അതിലൊന്ന് മുട്ടാനും, ആ പാദങ്ങളിലൊന്ന് മുട്ടാനും. ഗോപസ്ത്രീകൾക്ക് മാത്രം ഭഗവാന്റെ കാല് എടുത്ത് അവരവരുടെ മാറിടത്തിൽ വെച്ചാൽ പോരെ, മതിയോ? നമുക്കും വേണ്ടേ? അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മനസ്സാകുന്ന വണ്ടിനെ ആ പാതാരവിന്ദത്തിൽ മുട്ടി ഭഗവാന്റെ പാതാരവിന്ദത്തിലുള്ള 1 2 മൺതരികളായിട്ട് വരട്ടെ. ഇതാണ് ഉദ്ദേശം. അപ്പോൾ ഭക്തമാനസഭൃംഗങ്ങൾ എത്രയോ മിന്നും ഇതിൽ നെറ്റിയും വെച്ച്, എൻ്റെ നെറ്റി ആ തൃപ്പാദങ്ങളിൽ വെച്ച് ഞാൻ ആമട്ട് അനങ്ങാതെ കിടന്നിടും. സ്തബ്ധനായിട്ട് കിടക്കുന്ന പറഞ്ഞത്. നോക്കാം, അദ്ദേഹത്തിൻ്റെ പല്ലവ സദൃശമായിട്ടുള്ള കൈകളെ കൊണ്ട് എന്നെ എണീപ്പിക്കണം. ഞാൻ നീക്കാൻ പോണില്ല. അത്രയല്ല, അവർ തൻ കൂടെ കളിക്കുന്ന കിടാങ്ങളെ പ്രത്യേകം ചെന്ന് കൈകൂപ്പി മുമ്പിൽ വീണു വണങ്ങിയിടും. അവിടെ നിന്ന് ഞാൻ നീട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സതീർത്ഥന്മാരായിട്ടുള്ള ബാലഗോപാലന്മാരുടെ മുമ്പിൽ ഞാൻ വീണ് നമസ്കരിക്കുന്ന പറയണത്. കാരണം അവർ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. എങ്ങനെയാണ് അവർ ഭാഗ്യം ചെയ്തിട്ടുള്ളത്? അവർ ഋഷീശ്വരന്മാരും മുനിമാരും ദേവന്മാരുമാണ് ഈ ഗോപന്മാരും ഗോപസ്ത്രീകളായിട്ട് വന്നിട്ടുള്ളത്. അവരൊക്കെ അവിടെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് അക്രൂരൻ എന്നൊരു പേര് വന്നത് തന്നെ ക്രൂരമായിട്ടുള്ള അവസ്ഥകളില്ലാത്തവണ്ണാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഭഗവാന്മാരെ 2 കണ്ട് ആ ഭഗവാന്മാരുടെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓമന കുട്ടികളെ കണ്ടാൽ ഞാൻ വീണ്ടും നമസ്കരിക്കും. അവരേനും ഞാൻ നമസ്കരിക്കും. ബാലാനാം യുവാനാം വൃദ്ധാനാം എല്ലാവരും ആത്മസ്വരൂപികളാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നാഥൻ്റെ എതിർക്കാൽക്കൽ വീണങ്ങിനെ കിടക്കവേ സർവേശ്വരൻ കുനിഞ്ഞെന്നെ എഴുന്നേൽപ്പിച്ചു നിന്നുടൻ. ഇതാണ് ഭാവന. ഞാൻ ഇതിന് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ പിടിച്ച് എണീപ്പിക്കണം ഭഗവാൻ. ഞാൻ എൻ നാഥൻ്റെ തൃക്കാൽക്കൽ വീണങ്ങിനെ കിടക്കവേ സർവേശ്വരൻ കുനിഞ്ഞെന്നെ എഴുന്നേൽപ്പിച്ച് നിന്നുടൻ. ഈ ഒരു പദ്യം 6, 8, 10 വയസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളെ വരുംകാലത്തിൽ നമ്മൾ ബ്രഹ്മശ്രീയായി തീർന്നാൽ, നമ്മളെ ആരെങ്കിലും നമസ്കരിച്ചാൽ അവരെ എണീപ്പിക്കേണ്ട ഒരു ധാർമ്മികത ഉണ്ടെന്നെങ്കിലും ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ നമ്മൾ പഠിക്കണ്ടേ? ചിലവരെ അലക്ഷ്യമായിട്ട് ആര് നമസ്കരിച്ചാലും അലക്ഷ്യമായിട്ട് പെരുമാറും. ചെയ്യരുത്, പാപാണത്. എത്ര ഇല്ലാത്തവനായിക്കോട്ടെ എത്ര ഉള്ളവനായിക്കോട്ടെ അവരവരുടെ പാദത്തിൽ വീണാൽ അവരെ പിടിച്ച് നീപ്പിക്കണം. വീഴാൻ സമ്മതിക്കാതെ കണ്ട് അവരെ പിടിച്ച് ആലിംഗനം ചെയ്യണം. ഇതൊക്കെ ഈ മര്യാദകളൊക്കെ ഇതിൽ ഓരോ ശ്ലോകത്തിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഭ്രാന്തനാവുകാരൻ ഞാനിതൊക്കെ മനസ്സിലാക്കി നിങ്ങളോട് പറഞ്ഞു എന്നല്ലാണ്ട് ഈ ഭ്രാന്ത് എല്ലാവർക്കും ഇല്ല. ഇതൊരു ഭ്രാന്താണ്. ഇതിനെയാണ് ഈ ഉന്മാദം എന്ന് പറഞ്ഞത്. ഈ ഉന്മാദം ഞാൻ ആൾക്കാരെ ഉപദ്രവിക്കില്ല. ഈ ഗ്രന്ഥത്തിൻ്റെ മുമ്പിൽ എനിക്ക് അഭിമാനം എന്നുള്ളതില്ല. ഞാൻ ഇതായിട്ട് ഇഴുകിച്ചേരുകയാണ്. കാരണം എന്താ, ബാക്കി 23 മണിക്കൂർ ഉള്ളതിൽ കുറച്ച് നേരം വായനയായിട്ടും ഗൃഹഭരണമായിട്ടും ഉറക്കമായിട്ടും പോയി. ആ 23 മണിക്കൂറിന് ജന്മം തരുന്നതും അതിനെ ആ മണിക്കൂറുകൾ ഞാൻ ജീവിക്കുന്നതും ഈ ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗവതം മൂലം പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ടെമ്പോ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ടെമ്പോയിലാണ് മറ്റുള്ള മണിക്കൂറുകൾ ഞാൻ
ജീവിക്കുന്നത്. എനിക്ക് ദുഃഖം ഉണ്ടായിട്ടല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, എനിക്ക് യാതൊരു ദുഃഖമില്ല. ഐ ആം ദി ബ്ലസ്സർ. 2 കുട്ടികളും നല്ല നിലയിൽ, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പക്ഷേ ഭഗവാനെ സ്മരിക്കാൻ ഇത്ര വലിയൊരു സന്ദർഭം വേറെ ഉണ്ടോ? നമുക്ക് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ നാഥൻ്റെ തൃക്കാൽക്കൽ വീണങ്ങനെ കിടക്കവേ സർവേശ്വരൻ കുലിഞ്ഞെന്നെ എഴുന്നേൽപ്പിച്ചു നിന്നുടൻ പാരിജാത മലത്തൃക്കൈതേ മൂർധാവിൽ വെച്ചിടും. പാരിജാത മലർത്തൃക്കൈ, പാരിജാത പുഷ്പത്തിൻ്റെ മിനുസമുള്ള ആ 2 കൈകളെ എൻ്റെ മൂർധാവിൽ വെച്ചിടും. കാലഭീതിയണഞ്ഞങ്ങിങ്ങുഴന്നോടും മനുഷ്യനെ. കാലഭീതി ഏത് മൂമെൻറ്റിലാണ് ഞാൻ പിണമായി തീരുക, ശവമായി തീരുക, എനിക്കറിയില്ല. അപ്പോൾ കാലഭീതിയണഞ്ഞങ്ങിങ്ങഴുന്നോടും ഉഴന്നോടും മനുഷ്യനെ കാത്തുരക്ഷിപ്പതാം പൊന്നിൻ വളയിട്ട കരാംബുജം. ആ ഭഗവാന്റെ പൊൻവളകളിട്ടിട്ടുള്ള കരാംബുജം എപ്പോഴൊരിക്കൽ എൻ്റെ മസ്തകത്തിൽ വീണുവോ, ഞാൻ രക്ഷപ്പെട്ടു. ആ ഒരു ഫീലിംഗ് തന്നിട്ടുള്ള എൻ്റെ ഗുരുനാഥനെ ഞാൻ ഓരോ പദങ്ങൾ പറയുമ്പോഴും നമസ്കരിക്കുക ചെയ്യുന്നത്. ചെറുക്ക, പ്രൊഫഷണലായിട്ട് പോരുത്, അമേച്ചറായിട്ട് ഇരുന്നാൽ മതി. കുറേയൊക്കെ എനിക്കറിയാം അതിൻ്റെ അർത്ഥം, പക്ഷേ അത് ഡിറ്റോ എനിക്ക് പാലിക്കാൻ സാധിച്ചതും ഇത്രയൊക്കെ അനുഭവ സമ്പത്ത് അതിലുണ്ട് എന്നുള്ളത് അറിയുമ്പോഴാണ് ആ വാക്കുകളുടെ മാധുര്യം ഞാൻ വീണ്ടും വീണ്ടും നുകരുന്നത്. അപ്പോൾ പറഞ്ഞു, കാലഭീതിയാണ് ഞങ്ങിങ്ങുഴന്നോടും മനുഷ്യനെ കാത്തുരക്ഷിപ്പതാം പൊന്നിൻ വളയിട്ട കരാംബുജം. മൂന്നടിക്ക് ഇടമേ കീടാനതില്ലല്ലോ മഹാബലി. അല്ലേ? ആ വാമനാവതാരത്തെ പുകഴ്ത്തുകയാണ്. 3 അടിക്കിടം മേകിടാനതില്ലല്ലോ മഹാബലി. അലിഞ്ഞ് അർഘ്യജലം പാർന്നു കൈകൊണ്ട് 3 ലോകവും ഈ വണ്ണം എന്തോ ചെയ്തിട്ടും ഉണ്ട് ഇപ്പോൾ വാണിയിടും ഇന്ദ്രനും. രാസലീലയിലൊട്ടൊട്ടു തളരും ഗോപികൾ കുടൽ ഉടൻ കോരിത്തരിപ്പിക്കും അതേ ചന്തണ്ടലർക്കരം. ഗോപസ്ത്രീകളെ വാരിപ്പുണർന്ന് അവരുടെ കാമനകളെ ഇല്ലാതെ കണ്ടാക്കിയിട്ടുള്ള താമര സദൃശമായ കൈകളെ കൊണ്ട് എന്നെ വാരിപ്പുണരും ഭഗവാൻ. ചില്ലറ കാര്യമാണത്. അപ്പോൾ പറഞ്ഞു, രാസലീലയിൽ ഒട്ടൊട്ടു തളരും ഗോപികൾ കുടൽ ഉടൻ കോരിത്തരിപ്പിക്കും. അപ്പോൾ രാസലീല ആടി കൊഞ്ചിക്കൊഴിഞ്ഞാടുന്ന ഗോപസ്ത്രീകൾ തളരുമ്പോൾ ഭഗവാന്റെ തൃക്കരങ്ങളെ കൊണ്ട് തലോടി അവരെ പൂർവ്വസ്ഥിതിയിലാക്കുന്ന ആ കരവല്ലവങ്ങളെ കൊണ്ട് ഭഗവാൻ എന്നെ വാരിപ്പുണരും. ഉടൻ കോരിത്തരിപ്പിക്കും അതേ ചണ്ടലർക്കരം. അതേ ചന്താമര സദൃശമായ കൈകളെ കൊണ്ട് ഇന്നൻ മൂർധാവിൽ മുട്ടിയിടും ആളവന്തൊരു സൗഖ്യമം. ഇന്ന് എൻ മൂർധാവിൽ മുട്ടിയിടും അളവെന്തൊരു സൗഖ്യമം. എൻ്റെ നെറ്റി ഭഗവാന്റെ പാദപത്മങ്ങളിൽ മുട്ടുമ്പോൾ എനിക്ക് അനുഭവിക്കാവുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, നിങ്ങൾക്ക് കൊതിക്കാം, അത്രയേ ഉള്ളൂ. രാസലീലയിലൊട്ടൊട്ടു തളരും ഗോപികൾ കുടൽ ഉടൻ കോരിത്തരിപ്പിക്കും അതേ ചന്തണ്ടലർക്കരം. ഇന്നൻ മൂർധാവിൽ മുട്ടിയിടും അളവെന്തൊരു സൗഖ്യമാം. ആ കരവല്ലവങ്ങൾ എൻ്റെ ശിരസിൽ മുട്ടുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു ആനന്ദം. പാപം പറന്നപ്പോൾ, പാപം പറക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴൊരിക്കൽ ശ്രീകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി കംസൻ നിയോഗിച്ചു, അപ്പം തന്നെ പാപമൊക്കെ പോയി. പാപം പറന്നു പമ്പയും കടന്നു. അപ്പോൾ പാപം പറന്നപ്പോൾ തന്നെ ഞാൻ ധന്യനാം, കൃതകൃത്യനാണ്, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളൊരു സന്തോഷം. സ്വന്തം പ്രിയൻ മാത്രം എന്നല്ല അന്യാശ്രയമകന്നവൻ. സ്വന്തം പ്രിയൻ മാത്രമല്ല, പിന്നെയോ അന്യാശ്രയം മകന്നവൻ. അനന്യശരണാഗതനായിട്ട് ഭഗവാനിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ നമ്മളെ വാരിപ്പുണരാനും അദ്ദേഹത്തിൻ്റെ കരവല്ലവങ്ങൾ നമ്മുടെ മൂർധാവിൽ വെച്ച് നമ്മളെ അനുഗ്രഹിക്കാനും
ഒരു പ്രത്യേക ശുഷ്കാന്തി ഉണ്ടാവും. കാരണം എന്താ, അനന്യ ശരണാഗതനായിട്ട് ഇവൻ വേറെ ഒരുത്തനും നമ്പിയിട്ടില്ല അവൻ. അതുകൊണ്ടാണ് മറ്റ് ദേവതമാരേനെ ഒന്നും മധ്യമത്തിലും അധമത്തിലും പോകാതെ കൊണ്ട് ഉത്തമത്തിൽ ഭഗവാനെ ആരാധിക്കാം. അപ്പോൾ അപ്പോൾ സ്വന്തം പ്രിയൻ മാത്രം എന്നല്ല അന്യാശ്രയം മകന്നവൻ, എന്നാൽ കനിഞ്ഞു രക്ഷിക്കപ്പെടേണ്ടുന്നവനാണിവൻ. ഭഗവാൻ എന്തു പറയും? എന്നാൽ കനിഞ്ഞ് രക്ഷിക്കപ്പെടേണ്ടുന്നവനാണ് ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് യാതൊരു ഭയാശങ്കകളും ഈ പ്രപഞ്ചത്തിൽ വരാൻ പോണില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ തിരുപാദപത്മങ്ങളെ അനന്യശരണാഗതന്മാരായിട്ട് നമ്മൾ വാരിപ്പുണരുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രിയനല്ല, പ്രിയനേക്കാൾ എന്നാൽ കനിഞ്ഞു രക്ഷിക്കപ്പെടേണ്ടുന്നവനാണിവൻ എന്ന് അതാണ് യോഗക്ഷേമം വഹാമ്യഹം. എൻ്റെ ഭക്തന്മാരുടെ യോഗക്ഷേമം ഞാൻ ചെയ്യാമെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞതിൻ്റെ ട്രാൻസ്ലേഷനാണിത്. എന്നോർത്ത് പൊൻ കൈവളകൾ കിലുങ്ങും നീണ്ട കൈകളാൽ കെട്ടിപ്പിടിച്ചു നിന്നിടും എന്നെ എൻ പരദൈവതം. പരമമായ ദേവനായിരിക്കുന്ന ശ്രീകൃഷ്ണനാൽ ആലിംഗനം ചെയ്യപ്പെടാനുള്ള യോഗ്യതയായിട്ടാണ് ഞാൻ ഇപ്പോൾ അവിടെ പോണത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആസുരീയ ബുദ്ധികളായിരിക്കുന്ന കംസനാണ് പറഞ്ഞയക്കുന്നത്. ഉത്തമ ശ്ലോകനായിരിക്കുന്ന അക്രൂരൻ എന്നുള്ള നാമധേയത്തോടു കൂടി ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അതേ നിമിഷം എന്നെ ആത്മാവെന്നേക്കും അപ്പോൾ പറഞ്ഞു കെട്ടിപ്പിടിച്ചു നിന്നിടും എന്നെ എൻ പരദൈവതം. അതേ നിമിഷം എൻ ആത്മാവെന്നേക്കും വിശുദ്ധമാം. എപ്പോഴൊരിക്കൽ ഭഗവാന്റെ തൃക്കൈകളാൽ ഞാൻ ആലിംഗനബദ്ധനാവും, ആ മൂമെൻറ്റിൽ എൻ്റെ ആത്മാവ് പരിശുദ്ധിയെ പ്രാപിക്കും. വാട്ട് എ വണ്ടർഫുൾ ഈവൻ്റ് ഇറ്റ് ഈസ് അല്ലേ. കെട്ടിപ്പിടിച്ചു നിന്നിടും എന്നെ എൻ പരദൈവതം. അതേ നിമിഷം എൻ ആത്മാവ് എന്നേക്കും വിശുദ്ധമാം. ലോകവിഭ്രാന്തിയൊട്ടാകെ അകന്ന ഉജ്ജ്വലമാം വിധം. ഉത്തരം താങ്ങുന്ന പല്ലിയാണെന്നുള്ള ധാരണ ആദ്യം പോയി കിട്ടും. അതാണ് ലോകവിഭ്രാന്തിയൊട്ടാകെ അകന്ന ഉജ്ജ്വലമാം വിധം മിന്നിത്തിളങ്ങും എന്നുള്ള മതിൽ എന്നും മഹാപ്രഭു മിന്നിത്തിളങ്ങും എന്നുള്ളം അതിലെന്നും. മതിലല്ല, അവിടെയാണ് ആ മകാരത്തിൻ്റെ അർത്ഥം കിട്ടണ്ടേ, ഭാവന. മിന്നിത്തിളങ്ങും എന്നുള്ളം അതിൽ എന്നും മഹാപ്രഭു കൃപാനിധി ഘനശ്യാമൻ കമനീയ മൃദുസ്മിതൻ യഥേഷ്ടം വിളയാടിയിടും മുരളീഗാനലോലപൻ രാഗമില്ലതിൽ ആരോടും ദേശവും തെല്ലും ഇല്ല അതിൽ. എന്തൊക്കെയാ രണ്ട് വരിയിൽ പറഞ്ഞത്? രാഗമില്ല അതിൽ, ആരോടും ദേഷവും തെല്ലുമില്ല അതിൽ. അസൂയ മതം ആത്മസര്യാദികളാകെ നശിച്ചുടൻ. അസൂയ മതം മാത്സര്യം തെറ്റിപ്പറ്റിട്ടോ. അസൂയ മതമാത്സര്യം എന്നൊറ്റവാക്കാം. മത്സര്യാദികളാകെ നശിച്ചുടൻ കേവലം ഭഗവത് പ്രേമമധുരം വിശ്വപാവനം. ഭഗവാന്റെ മധുരം നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കയ്പ് രസങ്ങളെ പുറത്തേക്ക് ആക്കിയാൽ മതി. ഏതാ ഈ കയ്പ് രസങ്ങൾ? ഇവിടെ പറയണ്ടായി, അസൂയ മതം മാത്സര്യാദികളാകെ നശിച്ചുടൻ. ഈ കയ്പ് എന്തിനാ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? മധുരം ഭഗവാനിൽ നിന്ന് വാങ്ങണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്ഥലം വേണ്ടേ മനസ്സിൽ? അപ്പോൾ ആപൽശങ്കകളാകുന്ന കാമക്രോധമത മത്സര ലോഭഭയാദികളെ ഭാണം കെട്ടി പുറത്തേക്ക് ഇട്ടാൽ മനസ്സ് ആകാശം പോലും സമുദ്രം പോലും ആഴവും പരപ്പുമുള്ളതായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അസൂയ മതം മാത്സര്യാദികളാകെ നശിച്ചുടൻ കേവലം ഭഗവത് പ്രേമമധുരം വിശ്വപാവനം. വിശ്വത്തിൻ്റെ വിശുദ്ധിക്കായിക്കൊണ്ട് ആ മട്ടിൽ ഈ ഞാൻ പാർത്തട്ടിൽ മിന്നും ഭക്തവതംസമായി വണ്ണം ഓർക്കവെ തന്നെ കോൾമയർ കൊള്ളുമെങ്കിൽ ഞാൻ. ഇത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ശരീരം വറയ്ക്കണോ, ഗദ്ഗതം വരണോ, ശബ്ദങ്ങൾ ഇടരണോ. ഇനിയിപ്പോൾ ഞാനിത് അനുഭവിക്കും കൂടിയും ചെയ്താൽ ഹാർട്ട് അറ്റാക്ക്. അതെന്ത് അറ്റാക്കാ? ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന ഒരവസ്ഥ.
അപ്പോൾ ഹൃദയം പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. പറഞ്ഞേ ഈ വണ്ണം ഓർക്കവെ തന്നെ കോൾമയർ കൊള്ളുമെങ്കിൽ ഞാൻ ഇന്ദീവരാക്ഷൻ ഇന്ന് എന്നെ തൃക്കൺ പാർപ്പളവിങ്കലോ. ഭഗവാൻ എന്നെ ഒന്ന് കടാക്ഷിക്കുന്നൊരു രംഗമുണ്ട്. എന്നെ അദ്ദേഹത്തിൻ്റെ തൃക്കൺ കണ്ടൊന്ന് ഒഴിയും മേപ്പോട്ടും കീഴ്പോട്ടും. അതോടുകൂടി എൻ്റെ വൈകല്യങ്ങളൊക്കെ തീർന്നുള്ളൂ. ബാക്കിയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, അക്രൂരൻ്റെ കാര്യമല്ല. അക്രൂരൻ്റെ കാര്യം അവിടെ കിടക്കട്ടെ. ഇത് എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറയാൻ എനിക്ക് സാധിക്കും, അത്രയും എനിക്ക് ഉന്മേഷം കൂടും. ഈ വണ്ണം ഓർക്കവെ തന്നെ കോൾമയർ കൊള്ളുമെങ്കിൽ ഞാൻ ഇന്ദീവരാക്ഷൻ ഇന്ന് എന്നെ തൃക്കൺ പാർപ്പ് അളവെങ്കിലോ. ഈശ്വരൻ്റെ കൃപാദൃഷ്ടിക്ക് എമ്മട്ടെങ്കിലും ഊഴിയിൽ ഭഗവാന്റെ തൃക്കൺ പാർക്കാൻ ഈ ഊഴിയിൽ ഞാൻ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യതപ്പെട്ടാൽ എൻ്റെ ജന്മം സഫലമായി. എമ്മട്ടെങ്കിലും മൂഴിയിൽ പാത്രമാവായിൽ ആ ജന്മം നഷ്ടമേവനും. ഭഗവത് കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരായിട്ടില്ല. സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. വാട്ട് ദി ഹെൽ യു ആർ ഗോയിങ് ടു ഏൺ? നമ്മുടെ അക്കൗണ്ടിൽ ഒന്നുമില്ല, വേണ്ട. 95 എൻ്റെ ഗുരുനാഥൻ തന്നത് അവിടെ കിടക്കുകയാണ് വിത്ത് ഇൻട്രസ്റ്റ്. അതിങ്ങനെ മൾട്ടിപ്പിളായിട്ട് മഹാമേരു പർവ്വതത്തിനെ പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ശക്തി വാക്കുകൾക്ക്. ഒരു പുരുഷായുസ്സിൽ സമ്പാദിച്ചത് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറഞ്ഞത്. ആധ്യാത്മിക ബാങ്കിലുള്ളത് മുഴുവൻ ഈ ചെറുക്കൻ്റെ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനാരാ സാക്ഷി? IIT പോവായിൽ പത്മാവതി ക്ഷേത്രത്തിലെ ആരാധ്യ ദേവി പത്മാവതി. ആരാ പത്മാവതി? മഹാലക്ഷ്മി എന്നും പറയാം, വനദുർഗ എന്ന് പറയും, എന്തു പറഞ്ഞാലും ശ്രീകൃഷ്ണ സോദരി മഹാലക്ഷ്മി കർത്തണ്ട്. പത്മാവതി എന്നുള്ളതാണ്. വെറുതെ ആണോ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരണ? ഞാൻ എന്നെ പേപ്പട്ടി കടിച്ചിട്ടുണ്ടോ? ഭക്തിയാകുന്ന പേപ്പട്ടി എന്നെ കടിച്ചു. അതിന് മറുമരുന്നില്ല, മോക്ഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ദീവരാക്ഷൻ ഇന്നെന്നെ തൃക്കൺ പാർപ്പളവെങ്കിലോ. ഈശ്വരൻ്റെ കൃപാദൃഷ്ടിക്ക് മട്ടെങ്കിലും മൂഴിയിൽ പാത്രമാവാകിൽ ആ ജന്മം നഷ്ടമേവനും. ഞാൻ ഇന്ന് എൻ മുകിൽ വർണ്ണൻ്റെ കോമള തിരുമേനിയിൽ ഇഹവും പരവും തീരെ മറന്നങ്ങനെ നിൽക്കവേ. അദ്ദേഹത്തിനെ ആലിംഗപ്രവശനാക്കിയിട്ട് മെയ്യോട് മെയ്യ് ചേർന്നിരിക്കുമ്പോൾ ഇഹവും പരവും ഒന്നായി കാണുന്നൊരു മാത്രയിൽ ഞാൻ ഈ ഭൂമിയിലല്ല, ഞാൻ അക്രൂരനല്ല, ഞാൻ ഭഗവത് സന്നിധാനത്തിൽ ഭഗവാനിൽ ഇഴുകി ചേരാം. ഞാനിന്നൻ മുകിൽ വർണ്ണൻ്റെ കോമള തിരുമേനിയിൽ ഇഹവും പരവും തീരെ മറന്നിങ്ങനെ നിൽക്കവേ. അഫനെന്ന് വിളിച്ചെന്നെ ഉണർത്തും കരുണാനിധി. ആ വാക്ക് അഫൻ, അപ്പൻ എന്നുള്ള ഈ നമ്പൂതിരിമാരുടെ ഇടയിൽ അച്ഛൻ്റെ അനിയനാണ് അഫൻ എന്ന് പറയാം. അഫ്പനെന്ന് അഫൻ എന്നെന്ന് വിളിച്ചെന്നെ ഉണർത്തും കരുണാനിധി. ചെറിയച്ചാ എന്ന് മലയാളത്തിൽ. അച്ഛൻ്റെ അനിയനാണ് പ്രായം കൊണ്ട്, അല്ലെങ്കിൽ പൊസിഷൻ കൊണ്ട്. പ്രായത്തിൻ്റെ കാര്യം പോട്ടെ, എനിക്കറിയില്ല. പൊസിഷൻ, വസുദേവരുടെ അനിയനാണ് അക്രൂരൻ. അഫനെന്ന് വിളിച്ചെന്നെ ഉണർത്തും കരുണാനിധി. ഞാൻ ഏതവസ്ഥയിലപ്പോൾ ഉണ്ടാവുക? ഈ അവസ്ഥ ഭഗവാനിൽ അലിഞ്ഞു ചേർന്നതിനെയാണ് തുര്യാവസ്ഥ അല്ലെങ്കിൽ സമാധി അവസ്ഥ എന്ന് പറയും. ഇതിവിടെ ഒരു കാര്യം പറയണം. നമ്മുടെ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് നരേന്ദ്രൻ എന്ന കുട്ടി, പിന്നീട് വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുട്ടി വാശി പിടിച്ചു അത്രേ. കണ്ട ദിവസം തന്നെ എനിക്ക് സമാധി പോകണം, സമാധി. എന്ത് പറയണം കുട്ടി കേൾക്കണില്ല.
അപ്പം സമാധിയിൽ പോയാൽ തിരിച്ചു വരാനുള്ള വിദ്യ അറിയണം. ഈ ബ്രഹ്മാസ്ത്രം അനുഭവിക്കണ കൂടുതലാണ്. അപ്പം അദ്ദേഹം നിവൃത്തിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കൈ തലയിൽ വെച്ച് ചില മന്ത്രങ്ങളൊക്കെ ചേർച്ചപ്പോൾ അദ്ദേഹം സമാധി പോയി. പിന്നെ ഉണർത്തണമെങ്കിൽ ശരീരം മുറിവേൽപ്പിക്കേണ്ടി വന്നു എന്നാണ്. വേദന, ആ ശരീരത്തിന് വേദന അത്രയും അറിയില്ല നമ്മൾ. ഈ പ്രപഞ്ചത്തിൽ എന്താ സംഭവിക്കുക, നല്ല സുഷുപ്തിയിൽ നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ എവിടെ കടന്നുറങ്ങിയത് എന്നുള്ളത് ഇല്ല. അതാണ് അഫൻ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ശത്രുമിത്രങ്ങൾ അവിടേക്കില്ലെന്നാകിലും ഈ വിധം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ശത്രുവില്ല മിത്രവുമില്ല. ശത്രുമിത്രങ്ങൾ അവിടേക്കില്ല എന്നാകിലും ഈ വിധം കൽപ്പവൃക്ഷം കണക്കേകും ആശ്രയിപ്പോന് സർവവും. നമ്മൾ ശത്രുവോ മിത്രമോ എന്നുള്ളതല്ല, നമ്മൾ ഭഗവാനെ അനന്യശരണാഗതനായിട്ട് ആശ്രയിച്ചാൽ കൽപ്പവൃക്ഷം കണക്കെ ഏകും ആശ്രയിപ്പോന് സർവവും. ഇനി എന്താ വേണ്ടേ? അപ്പം നമ്മൾക്കിതൊന്നും അറിയാത്തത് കാരണമാണ് നമ്മൾ അടുക്കാത്തത് ഭഗവാന്റെ അടുത്ത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടുക്കാം, കുറച്ച് സമയമെടുക്കും, അത് വേറെ കാര്യം. സമയമെടുക്കും. ആ സമയം വേസ്റ്റായാലും കാര്യം നേടാമെന്ന് സമാധാനിച്ചാൽ പോരെ. കൽപ്പവൃക്ഷം കണക്കേകും ആശ്രയിപ്പോന് സർവവും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ. എന്നല്ല അതിനും പുറമേ ജ്യേഷ്ഠനാം ബലരാമനും സൽക്കരിച്ചിട്ട് ചോദിക്കും കംസൻ ചിന്തിപ്പതൊക്കെയും. പിന്നെ വേറൊരാളുണ്ടല്ലോ, അയാളെന്താ മോശക്കാരനാ, അനന്തൻ സംഘർഷണൻ എന്നുള്ള പേരുള്ള എല്ലാം തവിട് പൊടിയാക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. എന്നല്ല അതിനും പുറമേ ജ്യേഷ്ഠനാം ബലരാമനും സൽക്കരിച്ചിട്ട് ചെറിയച്ച വരൂ, ഇരിക്കൂ, കാല് കഴുകൂ, ശുദ്ധപാനീയം, അത് കഴിഞ്ഞ് ചൂടുള്ള പാല് വെണ്ണ ഒക്കെ കുടിക്കൂ, കാലൊക്കെ തലോടി തരുന്ന ബാബാന ഉണ്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി ഈ തേരിൽ വന്നിട്ടുള്ള ശരീരക്ലേശങ്ങൾ ഇല്ലാതെ കണ്ടാക്കാൻ രണ്ടാളും രണ്ട് ഭാഗത്ത് ഇരുന്നിട്ട് അക്രൂരൻ്റെ കാല് തലോടുക. ആലോചിച്ചു ആ അവസ്ഥ. സൽക്കരിച്ചിട്ടു ചോദിക്കും കംസൻ ചിന്തിപ്പതൊക്കെയും ഞാനോ സത്യവ്രതന്മാർ തൻ മുമ്പിൽ കൈകൂപ്പിമല്ലവേ. ഞാനോ സത്യവ്രതന്മാർ, ആരാ രണ്ടാള്? ബലരാമനും ശ്രീകൃഷ്ണനും സത്യവ്രതന്മാരാണ്. സത്യവ്രതന്മാർ തൻ മുമ്പിൽ കൈകൂപ്പിമല്ലവേ. അയാൾ തൻ കപടോപായം തുറന്നോതും സവിസ്തരം. എനിക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. ഞാൻ കംസൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കൃഷ്ണചിന്തയിൽ മുങ്ങിക്കൊണ്ട് ഈ വണ്ണം ഗാന്ധിനീസുതൻ അക്രൂരൻ്റെ അച്ഛൻ്റെ പേര് ഗാന്ധിനി. ഗാന്ധിനീസുതൻ വ്രജഭൂമിയിലേക്ക് എത്തി. സൂര്യൻ അസ്താചലത്തിലും വൈകുന്നേരം എത്തിയപ്പോൾ സന്ധ്യയായി എത്തിയപ്പോഴാണെന്നാണ് പറഞ്ഞതേ. വ്രജഭൂമിയിലേക്ക് എത്തി തേരെ. സൂര്യനോ അസ്താചലത്തിലും അസ്തമിക്കേണ്ട സ്ഥലത്തും. യശോദാനന്ദനൻ പൊന്നിൻ ചിലമ്പുകൾ കിലുങ്ങവേ അങ്ങിങ്ങോടിക്കളിച്ചേറെ വിളങ്ങും നന്ദഗോകുലം. വജ്രാങ്കുശാദി ചിഹ്നങ്ങൾ പതിഞ്ഞ അത്യന്തപാവനം. ആ വൃന്ദാവനിലേക്ക് അങ്ങോട്ട് കടന്നു ഭഗവാൻ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ആ നന്ദഗോപരുടെ പ്രദേശത്ത് ഇങ്ങനെ കടന്നപ്പോഴേക്കും ഭൂമിയിൽ ഭഗവാന്റെ തിരുവാത പത്മങ്ങളുടെ അടയാളം കണ്ടു എന്നാ. അവിടെ പുല്ലുകളൊന്നുമില്ല, കുറച്ച് പൊടിമണ്ണ. ആ പൊടിമണ്ണിൽ വജ്രാങ്കുശാദി ചിഹ്നങ്ങൾ, വജ്രം, കുശം, യവം, ഒരു 7-8 ഇതുണ്ട്, തൊട്ടി. അപ്പോൾ വജ്ര അങ്കുശാദി എക്സെട്ര ചിഹ്നങ്ങൾ പതിഞ്ഞ അത്യന്ത പാവനം പരമാനന്ദ വിവിഷൻ അക്രൂരൻ കണ്ടു. ഭാഗ്യവാൻ. ആ 156-ാമത്തെ ശ്ലോകം ഒരു ഇടിവെട്ട് പരിപാടിയാണ്. അവസാനത്തെ ശ്ലോക. ആകമ്രാരുണ പാദരേഖകൾ. ആകമ്രാരുണ, ആ പൊന്നിൻ തിടമ്പായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പാദരേഖകൾ എന്നർത്ഥം. ആകമ്രാരുണ അരുണപാദരേഖകൾ തെളിഞ്ഞ് അങ്ങിങ്ങു കണ്ട് എത്രയും വേഗം ചാടിയിറങ്ങി വീണതിലുരുണ്ട ആനന്ദമൂർച്ഛാകുലൻ. ഭഗവാന്റെ പാദത്തിലുള്ള
അടയാളങ്ങൾ പതിച്ച മൺതരികളെ കണ്ടപ്പോൾ കുതിരകളുടെ കടിഞ്ഞാൻ വിട്ടോ വിട്ടില്ലയോ കെട്ടിയിട്ടോ എന്ന് എനിക്കറിയില്ല. അക്രൂരൻ ചാടി വീണു ഭൂമിയിൽ. ആ കണ്ട പാദപത്മ രേണുക്കളിൽ ആറാടി. ഈ ക്രിക്കറ്റ് മാച്ചൊക്കെ കളിച്ചാണ്ടല്ലോ, ആ അവസാനം സിക്സർ അടിച്ച ആളെ പൊക്കിയിട്ടൊരു പ്രദർശനമുണ്ട്. അതൊന്നും സാരില്ല. ആകമ്രാരുണ പാദരേഖകൾ തെളിഞ്ഞങ്ങെങ്ങു കണ്ടെത്രയും വേഗം ചാടിയിറങ്ങി വീണതിൽ ഉരുണ്ട ആനന്ദമൂർച്ഛാകുലൻ തൂകും ബാഷ്പകണങ്ങളാൽ കവിൾ നനഞ്ഞ് ആമട്ടിൽ മിന്നി മഹാഭാഗൻ തന്നില കണ്ടലിഞ്ഞു ഇതുവിധം ബ്രഹ്മർഷി പാടിയിടിനാൻ. ബ്രഹ്മർഷി ഇതാര് കണ്ടു? ഈ രംഗം ആര് കണ്ടു? നാരദർ കണ്ടു. നാരദർ കണ്ടിട്ടോ തന്നില കണ്ട് അലിഞ്ഞ് ഇതുവിധം ബ്രഹ്മർഷി പാടിയിടിനാൻ. അതടുത്ത സർഗത്തിൽ ഇന്നില്ല. പ്രംശയോ ഇന്നില്ല, വയ്യ. എനിക്ക് ഇപ്പം എൻ്റെ ശരീരം ഒരു 102 പനിക്കുണ്ട്. താപം, ഉള്ളിലുള്ള താപം പുറത്തേക്ക് പോവുക. ആവി വേർത്തുന്നു. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശിനേ ലീലാകാണ്ഡേ 94 സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.